ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോകത്തിനും സമൂഹത്തിനും നമുക്ക് ഓരോരുത്തരും ആവശ്യമുള്ളത് സമ്പത്തല്ല, മതേതരത്വ സ്നേഹവും സമാധാനവുമാണെന്ന് അടിവരയിട്ട് പറയുവാൻ കഴിയും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരുജിയുടെ ശബ്ദത്തെ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആധ്യാത്മികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ദർശനങ്ങൾ കാണുകയും അതനുസരിച്ച് പ്രവർത്തിയും ചെയ്യുക ഒരു ധന്യ പിതാവ് നമുക്കുണ്ടായിരുന്നു, ദർശനമുള്ള പിതാവുണ്ടായിരുന്നു. അതാണ് ചാവറയച്ചൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ മാന്നാനം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. എന്തുകൊണ്ടാണ്? കുട്ടികൾ ആധ്യാത്മിക വളർന്നോടൊപ്പം എല്ലാവരും നാനാജാതി മതസ്ഥരും തോളോട് തോള് ചേർന്നുകൊണ്ട് ആധ്യാത്മികമായി വളർന്നതോടൊപ്പം വിദ്യാഭ്യാസമായി വളരണം. അതാണ് പള്ളിക്കൂടങ്ങൾ ഇന്ന് സ്കൂളായി മാറി. ഇന്നത് പടർന്നു പന്തലിച്ചു, ഇന്ന് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ അദ്ദേഹം സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിച്ചു. അതേ ദർശനമായിരുന്നു മനുഷ്യൻ സാംസ്കാരികമായി വളരണം. കലാഭവനാണ് ഇന്നത്തെ സാംസ്കാരിക നിലയമായിട്ട് അദ്ദേഹം സ്ഥാപിച്ചുള്ളതെങ്കിലും അനേകം സാംസ്കാരിക സ്ഥാപനങ്ങൾ വളർന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വ്യക്തമായിട്ടും എല്ലാവരും വളരുന്നതിന് വേണ്ടി സാംസ്കാരിക ചിന്തയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയായിരുന്നു പത്രങ്ങളിലൂടെ അതുപോലെ അച്ചടിശാലകളിലൂടെ ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുക. അതും വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. അതിനെല്ലാം അപ്പുറത്ത് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ആധ്യാത്മികമായ ഒരു ഗുരുവായിരുന്നു, പിതാവായിരുന്നു, ദർശനമുള്ള ഒരു ആത്മീയ ചൈതന്യം നിറഞ്ഞ ആധ്യാത്മിക ചൈതന്യമുള്ള പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യങ്ങൾ ചാവരിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം എങ്ങനെയാണ് കുടുംബങ്ങൾ ജീവിക്കേണ്ടത്, പരസ്പര സ്നേഹം എങ്ങനെ ഉണ്ടായിത്തീരണം, പരസ്പരം ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്, ദർശനത്തിലൂടെ ഭാരതീയ ആധ്യാത്മിക ചൈതന്യത്തിലൂടെ അദ്ദേഹം എഴുതുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്തു. ഈ ധന്യപിതാവിനെ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? ആരെങ്കിലും ഉൾക്കൊള്ളാറുണ്ടോ? ലോകവും കേരളവും ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പലരും പറയും നമുക്ക് കുറേ പണമുണ്ടായാൽ മതി, അതുമല്ലെങ്കിൽ കുറേ പ്രസംഗിച്ചാൽ മതി. അതല്ല, നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ വളം ചോദിക്കും പറയും ഏത് വളമാണെന്നല്ല പറയും, മിക്സ് വളമാണെന്ന് പറയും, എല്ലാ മൂല്യവും കളഞ്ഞതും. ഇതുപോലെയാണ് സഭയുടെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ സഭയുടെ വിദ്യാഭ്യാസം, സംസ്കാരം, അതുപോലെ തന്നെ ആധ്യാത്മികത, ഇതെല്ലാം സഭയുടെ ഭാഗമാണ്. CMI സഭ ആണ് അതിൻ്റെ ചൈതന്യം. കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാകുലേറ്റ്, അതാണ് ചാവറയച്ചൻ്റെ സഭ. അപ്പോൾ CMI സഭ